സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ജോലി ഞാൻ ഏറെ ആസ്വദിച്ചിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. കൃത്യമായിട്ട് എല്ലാ മാസവും അവസാനം കൈ നിറയെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ്. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശമ്പളം എന്ന് പറഞ്ഞ ഫാക്ടർ മാറ്റി നിർത്തിയാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, സേവനം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരങ്ങളാണ് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തരുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നോർത്തിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതം പടിപടിയായിട്ട് ഉയരുന്ന ഒരു സാഹചര്യമാണ് എന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. BJP മുൻപോട്ട് വെക്കുന്നതും വികസിത കേരളം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ BJP വളരെയധികം പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് നോർത്ത്. കോഴിക്കോട് നോർത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്ന മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസിന് തന്നെയാണ്. ചേച്ചി, ആദ്യം തന്നെ വിജയാശംസകൾ. ഇപ്പം കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ആദ്യം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു, പിന്നീട് സ്വന്തം നാട്ടിൽ തന്നെ മത്സരിച്ച് ജയിക്കുന്നു. ഇപ്പൊ പാർട്ടി വീണ്ടും കഴിഞ്ഞ വട്ടം സൗത്ത് ആയിരുന്നെങ്കിൽ ഇത്തവണ ജന്മദേശത്ത് തന്നെ പാർട്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തരുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിച്ചപ്പോഴും കഴിഞ്ഞ നിയമസഭയിൽ സൗത്തിൽ മത്സരിച്ചപ്പോഴും ഒക്കെ വോട്ട് ശതമാനം നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യശസ് ഉയർത്തുന്ന തരത്തിൽ നിലനിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ടുള്ള കോഴിക്കോട് നോർത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അതിന്റെ 100% ഇൻപുട്ട് ഇട്ടുകൊണ്ട് അതിന്റെ പരിശ്രമങ്ങൾ നടത്തുമെന്നുള്ളൊരു ഉറപ്പ് പ്രസ്ഥാനത്തിനുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുന്ന സമയത്ത് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ വാർഡുകൾ, അതായത് BJPയുടെ കൗൺസിലർമാര് വിജയിച്ച വാർഡുകളെല്ലാം ഉൾപ്പെടുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ്. അതായത് BJPക്ക് വലിയ സ്വാധീനമുണ്ട്. അപ്പൊ അവിടെ വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കോഴിക്കോട് കോർപ്പറേഷൻ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ കഴിഞ്ഞ തവണ 7 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഉയർത്തി 13 കൗൺസിലർമാരെ വാർത്തെടുക്കാൻ BJPക്ക് സാധിച്ചു. ഈ 13 കൗൺസിലർമാരിൽ 7 പേരും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മികച്ച സ്വീകാര്യത ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നോർത്തിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതം പടിപടിയായിട്ട് ഉയരുന്ന ഒരു സാഹചര്യമാണ് എന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഉയർന്നുയർന്ന് ഇത്തവണ ഇലക്ഷനിൽ അത് വിജയമായി മാറും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ. കഴിഞ്ഞ തവണ സൗത്തിൽ മത്സരിക്കുമ്പോൾ നവ്യ ഹരിദാസ് കേവലം ഒരു കൗൺസിലർ മാത്രമാണ്. എന്നാൽ ഇപ്പം നോർത്തിലേക്ക് വരുമ്പം മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. അതായത് ഒരു സംസ്ഥാന തലത്തിൽപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളാണ്. അതൊരു ഭാരമായിട്ട്, ഉത്തരവാദിത്തത്തിന്റെ ഭാരം കൂടിയതായിട്ട് തോന്നുന്നു. വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് പരമാവധി അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒരു വാർഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 3ാം തവണയും വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് ആ പ്രദേശത്തെ ജനങ്ങൾ നൽകുന്ന വലിയൊരു അംഗീകാരമാണ്. ആ അംഗീകാരം ലഭിക്കുമ്പോൾ ഓരോ ദിവസവും ഉത്തരവാദിത്തം നമുക്ക് കൂടി വരികയാണ്. സംസ്ഥാന ഉത്തരവാദിത്തമുള്ളപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം വാർഡ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സാഹചര്യം, ഒപ്പം കുടുംബവും നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നതിനെ കുറിച്ച്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അവിടുന്ന് അത്തരത്തിലുള്ള ഒരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ജോലി കളഞ്ഞിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. എന്താണ് വ്യത്യാസം തോന്നുന്നത്? ജോലി ഒരിക്കലും തള്ളി പറയാൻ സാധിക്കില്ല. എപ്പോഴും നമ്മൾ പറയുന്നത് സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾ ജോലി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ജോലി ഞാൻ ഏറെ ആസ്വദിച്ചിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. കൃത്യമായിട്ട് എല്ലാ മാസവും അവസാനം കൈ നിറയെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ്. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശമ്പളം എന്ന് പറഞ്ഞ ഫാക്ടർ മാറ്റി നിർത്തിയാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും സേവനം ചെയ്യാനും കിട്ടുന്ന ഏറ്റവും വലിയ അവസരങ്ങളാണ് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്. ആ രംഗത്ത് വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടിക്കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ്. ആ അംഗീകാരത്തിലൂടെയാണ് കഴിഞ്ഞ 10 വർഷവും കടന്നുപോയിട്ടുള്ളത്. BJPയുടെ സാധ്യതകൾ, അതായത് നോർത്ത് മണ്ഡലം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തത്തിൽ BJPയുടെ സാധ്യതകൾ എങ്ങനെയാണ്? ഒരുപാട് സീറ്റുകളാണ് BJP ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അത് എണ്ണമൊന്നും ഞങ്ങൾ എടുത്ത് പറയുന്നില്ല. പക്ഷെ കൃത്യമായിട്ട് ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ പോകുന്ന സീറ്റുകൾ തിരുവനന്തപുരത്തും പാലക്കാട്, തൃശ്ശൂര് പോലെയുള്ള ജില്ലകളിൽ, മറ്റു ജില്ലകളിലും കാസർഗോഡ്, കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും MLA-മാർ ഉണ്ടായി വരും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ ജനങ്ങൾ തന്നിട്ടുള്ള ഒരു സ്വീകാര്യതയോടെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കാരണം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു മേയർ, ഡെപ്യൂട്ടി മേയർ BJPയുടെ വക്താക്കൾ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. അപ്പൊ ഈ സംസ്ഥാനത്തിന്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് തിരുവനന്തപുരത്ത് തുടങ്ങിയാൽ അത് കാസർഗോഡ് വരെ ഉണ്ടാവും. കേന്ദ്രത്തിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ തന്നെയാണോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പ്രധാനമായിട്ടും പറയുന്നത്?
അത് മാത്രമാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. BJP മുൻപോട്ട് വെക്കുന്നതും വികസിത കേരളം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. വികസിത ഭാരതം നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ വികസിത ഭാരതത്തിന് ഒത്തുയരാൻ വികസിത കേരളത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഇലക്ഷനെ കാണുന്നത്.